നമസ്കാരം. ലൈഫ് മിഷൻ അഴിമതി കേസിൽ സ്വപ്ന സുരേഷിന്റെ മൊഴി രേഖപ്പെടുത്തിയതോടെ കേസ് അന്വേഷണം പുതിയ തലത്തിലേക്ക്. തിരുവനന്തപുരത്തെ വിജിലൻസ് ഓഫീസിൽ ഹാജരായ സ്വപ്നയെ 3 മണിക്കൂറോളമാണ് വിജിലൻസ് പ്രത്യേക സംഘം ചോദ്യം ചെയ്തത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എന്നിവർക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് സ്വപ്നയുടെ മൊഴിയിലുള്ളതെന്നാണ് വിവരങ്ങൾ. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് താൻ ഹാജരായതെന്ന് ചോദ്യം ചെയ്യലിനു ശേഷം സ്വപ്ന പ്രതികരിച്ചു. കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും ചില ഡിജിറ്റൽ തെളിവുകളും സ്വപ്ന വിജിലൻസിന് കൈമാറിയതായും സൂചനയുണ്ട്. ഇതോടെ കേസിൽ വരും ദിവസങ്ങളിൽ നിർണായകവും അതിവേഗത്തിലുള്ളതുമായ നീക്കങ്ങൾക്ക് വിജിലൻസ് തുടക്കമിടുമെന്ന് ഉറപ്പായി. ലൈഫ് മിഷൻ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കമ്മീഷൻ ഇടപാടാണ് നടന്നതെന്നാണ് വിജിലൻസിന്റെ പ്രാഥമികമായ നിഗമനം. വടക്കാഞ്ചേരിയിലെ ഭവന നിർമ്മാണ പദ്ധതിക്കായി UAE അധിഷ്ഠിത സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റിൽ നിന്ന് ലഭിച്ച തുകയിൽ നിന്ന് വലിയൊരു പങ്ക് കമ്മീഷനായി കൈപ്പറ്റിയെന്നാണ് ആരോപണം. എം ശിവശങ്കറിന്റെ പൂർണ്ണ അറിവോടെയും ഒത്താശയോടെയുമാണ് എല്ലാ ഇടപാടുകളും നടന്നതെന്നാണ് സ്വപ്ന വിജിലൻസിന് നൽകിയ മൊഴിയിൽ ആവർത്തിക്കുന്നത്. പദ്ധതിയുടെ നിർമ്മാണ കരാർ കോൺട്രാക്ടർക്ക് നൽകുന്നതിനായി കോടികളുടെ കോഴപ്പണം കൈമാറിയെന്നും ഇതിന്റെ വിഹിതം ഉയർന്ന തലങ്ങളിൽ എത്തിയെന്നും മൊഴിയിലുണ്ട്. കഴിഞ്ഞ ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസിനും നിർണായക തീരുമാനങ്ങളിൽ പങ്കുണ്ടായിരുന്നുവെന്ന ആരോപണമാണ് സ്വപ്ന വീണ്ടും ശക്തമാക്കിയിരിക്കുന്നത്. ഭരണതലത്തിലെ ഉന്നതരുടെ പിന്തുണയോടെയാണ് പദ്ധതിയിലെ ഫണ്ട് വകമാറ്റൽ നടന്നതെന്നാണ് സൂചനകൾ. സ്വപ്ന നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ വിജിലൻസ് സംഘം സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണ്. മൊഴിയിലെ വിവരങ്ങളും നിലവിൽ ശേഖരിച്ച തെളിവുകളും തമ്മിൽ ഒത്തുനോക്കുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വൈകാതെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. കേസിൽ നിർണായക സ്ഥാനത്തുള്ള എം ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിജിലൻസ് ആലോചിക്കുന്നുണ്ട്. ഇതിനു പുറമെ മുൻപ് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥരെയും റെഡ് ക്രസന്റ് നിർമ്മാണ കമ്പനി പ്രതിനിധികളെയും വീണ്ടും വിളിച്ചു വരുത്താൻ വിജിലൻസ് തീരുമാനിച്ചേക്കും. പൊതുജനമധ്യത്തിൽ വലിയ ചർച്ചയായ ലൈഫ് മിഷൻ അഴിമതി കേസിൽ വിജിലൻസ് നടത്തുന്ന അടുത്ത നീക്കങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഉടൻ തന്നെ ഡയറക്ടർക്ക് സമർപ്പിക്കും. കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുമോ അതോ കേസ് വേഗത്തിൽ കുറ്റപത്രത്തിലേക്ക് കടക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.